രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. രാധാഭക്തരെ, കൃഷ്ണഭക്തരെ, ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ നിങ്ങൾ കേട്ടുകൊള്ളുവിൻ. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇന്നത്തെ വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനു മുമ്പ് ഒരു കാര്യം, ഇത് പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവർ പ്ലേലിസ്റ്റ് എടുത്താൽ മതി. പ്ലേലിസ്റ്റിനകത്ത് കൃഷ്ണന്റെ കാമുകിയായ രാധയുടെ പ്രണയം ചരിത്രത്തിൽ ആദ്യമായിട്ട് 67 എപ്പിസോഡുകൾ പിന്നിട്ടിരിക്കുകയാണ്. അപ്പം രാധാറാണിയുടെ മഹത്വം അറിയണം, പ്രത്യേകിച്ചും നിങ്ങൾ കൃഷ്ണഭക്തരാണെങ്കിൽ. നിങ്ങളൊരു കൃഷ്ണഭക്തരാണെങ്കിൽ നിശ്ചയമായും രാധാറാണിയുടെ മഹത്വം അറിയണം. പിന്നെ അഷ്ടപതി, സാക്ഷാൽ കൃഷ്ണനും രാധയും നമ്മളെ തേടി വീട്ടിലെത്തുന്ന ഒന്നാണ് അഷ്ടപതി. ആ അഷ്ടപതിയുടെ ക്ലാസ് ഉണ്ട്, അത് പ്ലേലിസ്റ്റിനകത്ത് കിട്ടും. പിന്നെ ജ്യോതിഷമുണ്ട്, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ കൊടുത്തിട്ടുണ്ട്, ജാനുവരി ഫെബ്രുവരി. അതേ കണക്ക് തന്നെ എല്ലാ നക്ഷത്രത്തിൻ്റെയും ഫലങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതേ കണക്ക് പിന്നെ നമ്മൾ ഹിന്ദുക്കൾ അറിയേണ്ടവ ഗണപതിയുടെ തത്വം, ശിവന്റെ തത്വം ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഒരുപാടുണ്ട് അതിനകത്ത്. പിന്നെ നമ്മൾ അതേ കണക്ക് തന്നെ ഒരിടത്തൊരിടത്തൊരു അച്ഛനുണ്ടായിരുന്നു, ഒരു ഹൃദയസ്പർശിയായ സംഭവമാണ്, അത് നിങ്ങൾ കേൾക്കാതെ പോകരുത്. അതുപോലത്തെ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ എന്നോട് പറയുക. തീർച്ചയായിട്ടും നിങ്ങളുടെ പേര് മറച്ചു വെച്ചുകൊണ്ട് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മൾ പറയുന്നതായിരിക്കും. പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ട്, നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനകത്ത് വീഡിയോ സ്പോക്കൺ ഇംഗ്ലീഷ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കൊല്ലം, തിരുവനന്തപുരം, ആലപ്പുഴ, കായംകുളം, മാവേലിക്കര, കൊട്ടാരക്കരയൊക്കെ സൈഡുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ട്രെയിനിൽ വന്ന് പഠിച്ചിട്ട് പോകാം. പിന്നെ ദൂരെ ഉള്ളവർ ഇവിടെ വന്ന് സ്റ്റേ ചെയ്ത് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ വടകരയിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് സ്റ്റേ ചെയ്ത് പഠിക്കുന്നുണ്ട്, കോഴിക്കോട്, വടകര ഒക്കെ പഠിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ അതിന് പറ്റാത്തവർ നിങ്ങൾ യൂട്യൂബിലേക്ക് നിങ്ങൾ നോക്കിയാൽ മതി. പിന്നെ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഞാൻ എങ്ങനെ രാധാഭക്തനായി? അത് പുതിയ സബ്സ്ക്രൈബേഴ്സ് അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. ഇപ്പോഴും എന്നെ 2 ദിവസം, അതായത് ഇന്നലെ ഒരാൾ ചോദിച്ചു, സാർ എങ്ങനെ രാധാഭക്തനായി സാറേ എന്ന്. ഞാൻ പറഞ്ഞു ഓൾറെഡി ആ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സ് അതും കാണുക. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് കയറുകയാണ്. അതിനു മുമ്പ് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം രാധായൈ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ
രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ ബർസാനെ വാലി രാധാറാണി കീ ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. നിങ്ങളുടെ എല്ലാം മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ ആപത്തുകളിൽ നിന്നും രക്ഷിച്ചെടുക്കുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മ, എൻ്റെ ജീവന്റെ ജീവനായ രാധാറാണി അമ്മക്ക് ജയ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസം നമ്മൾ പറയാൻ പോകുന്നത് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുക്കള് ബഹുദൈവ വിശ്വാസികളാണ്. മനസ്സിലായില്ലേ? നമ്മൾ ഗതി പിടിക്കാത്തതിൻ്റെ ഒരു കാര്യം അതാണ്. നിങ്ങൾ ഒരേ ഒരു ദൈവത്തിൽ വിശ്വസിക്കണം, ഒരേ ഒരു ദൈവത്തിൽ വിശ്വസിക്കണം. ഹിന്ദുക്കൾ ഏക ദൈവത്തിലേക്ക് മടങ്ങി വരേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട് ഞാൻ ഇത് പറയുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. മനസ്സിലായില്ലേ? പലരും എന്നെ സമീപിക്കുമ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദൈവം ഇന്നത് ചൂസ് ചെയ്യണമെന്നൊന്നുമില്ല. ഞാൻ ഒരിക്കലും ഒരു ദൈവത്തെ ചൂസ് ചെയ്യണമെന്ന് നിർബന്ധിക്കാറില്ല. ഇഷ്ടമുള്ള ഒരു ദൈവത്തെ പ്രാർത്ഥിക്ക്, നിങ്ങൾക്ക് നേട്ടം ഉണ്ടാകുന്നത് കാണാമെന്ന് പറഞ്ഞതിന് ശേഷം പലരും എന്നെ വിളിച്ചു പറഞ്ഞു, സാറേ അത്ഭുതകരമാണ് മാറ്റം. സാർ എന്തുകൊണ്ട് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നില്ല? കാരണം ഹിന്ദുക്കൾ ഒരുപാട് തെറ്റിദ്ധാരണകളിൽപ്പെട്ട് വട്ടം കറങ്ങുകയാണ് സാറേ എന്ന് എന്നോട് പറഞ്ഞു. എന്നിടത്ത് തിരുവനന്തപുരത്ത് നിന്നുള്ളൊരു ഉഷയാണ് എന്നെ ഏറ്റവും കൂടുതൽ നിർബന്ധിച്ചത്. സാറേ ചെയ്യണം. ഉഷ കണ്ണി കണ്ട ദൈവങ്ങളെ എല്ലാം വിളിച്ച് നടന്നതാണ്. പള്ളിയിലും പോകുമായിരുന്നു ഉഷ. മനസ്സിലായില്ലേ? ഒരു ഗതിയും പിടിക്കാതെ ഇങ്ങനെ കിടന്നതാണ്. ഉഷയാണ് എന്നെ ഏറ്റവും കൂടുതൽ നിർബന്ധിച്ചത്. സാറേ ഇടണം, ഈ വീഡിയോ ഇടണം. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇത് വളരെ ശ്രദ്ധിക്കണം. ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ വരും. ഇതൊന്നും സ്കിപ്പ് ചെയ്ത് പോകരുത്. കാരണം ഇതിനകത്ത് ഓരോന്നും നിങ്ങൾക്കുള്ള സംശയങ്ങളുടെ ഉത്തരങ്ങളാണ്. മനസ്സിലായില്ലേ? എൻ്റെ ചില വീഡിയോയിൽ ഞാൻ എല്ലാ ദൈവങ്ങളുടെയും മന്ത്രം പറയുന്നുണ്ട്. അത് ഇതിനകത്ത് പറയും, ഞാൻ എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയും. അപ്പോൾ ശ്രദ്ധിക്കും. പക്ഷെ ഇപ്പോഴും ഞാൻ പറയുന്നു, ഒന്നും വേണ്ട, ഒരേ ഒരു ഇത് മതി എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. അപ്പോൾ നിങ്ങൾ തുടക്കം മുതൽ ഒടുക്കം വരെ കേൾക്കുക. എങ്കിലും നിങ്ങളിങ്ങനെ ബഹുദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ട് നിങ്ങൾക്ക് 1000 സംശയങ്ങൾ വരും. നിശ്ചയമായും നിങ്ങൾ എന്നെ വിളിച്ച് ചോദിക്കുകയോ അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇതാണ്, നിങ്ങൾ വിളിച്ച് ചോദിക്കുകയോ മതി. ഇത്തരം കാര്യങ്ങൾക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഉടനെ മറുപടി കിട്ടും. പിന്നെ ഈ ജ്യോതിഷപരമായ കാര്യങ്ങൾക്കുള്ള മറുപടിയാണ് അല്പം താമസിക്കുന്നത്. കാരണം 2000-ൽ പരം ആൾക്കാർ ഇതിനകത്ത് എനിക്ക് അയച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഓരോരുത്തരുടെ ഒരാളല്ലേ ഉള്ളൂ. അതും ഒരാളുടെ നമ്മൾ ഗണിച്ചെടുക്കണമെങ്കിൽ തന്നെ എന്ത് സമയമെടുക്കും. അതുകൊണ്ടാണ് അത് താമസിക്കുന്നത്. ഇത് കിട്ടും. എൻ്റെ ഫോൺ നമ്പർ 9645333999 ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തേക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ കാണും. ഞങ്ങൾ അന്നേരം വേറെ അമ്പലത്തിലൊന്നും വേണ്ടേ, ഒരമ്പലത്തിൽ പോയാൽ മതിയോ? അങ്ങനല്ല, നിങ്ങൾക്ക് എല്ലാ അമ്പലത്തിലും പോവാം. അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ്. എല്ലാ ഹിന്ദുക്കളും ശ്രദ്ധിച്ചു കേൾക്ക്. നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഇതിനകത്തുനിന്ന് ഉണ്ടാകുന്നതാണ്. ക്രിസ്ത്യൻസിനും മുസ്ലിംസിനും ഏറ്റവും വലിയ അവരുടെ നേട്ടം അവർക്ക് ഒരേ ഒരു ദൈവമേ ഉള്ളൂ എന്നതാണ്. ക്രിസ്ത്യൻസിൻ്റെയും മുസ്ലിമിൻ്റെയും ഏറ്റവും വലിയ നേട്ടം ഒരേ ഒരു ദൈവം മാത്രമേ ഉള്ളൂ എന്നാണ്. ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ കോട്ടം ബഹുദൈവങ്ങൾ ഉണ്ടായതല്ല. ആ ബഹുദൈവങ്ങൾ എന്തിനു വേണ്ടി നമ്മൾ സൃഷ്ടിച്ചു എന്ന തത്വം അറിയാത്തതാണ് ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ കുഴപ്പം. ബഹുദൈവങ്ങൾ ഉണ്ടായതല്ല കുഴപ്പം. എന്തിനാണ് ശങ്കരാചാര്യ സ്വാമികളും എല്ലാം അദ്വൈതം പറഞ്ഞ ശങ്കരാചാര്യ സ്വാമികളും ദ്വൈതത്തിനപ്പുറത്തേക്ക് പോയത് എന്തുകൊണ്ടാണ് എന്നറിയണം. ശ്രദ്ധിച്ചിട്ടോണം. ഈ ക്രിസ്ത്യൻസും മുസ്ലിമും ഒരു ദൈവത്തെ മാത്രം ആരാധിക്കുന്നു. അപ്പം അവർക്കൊരു വലിയ ഗുണമുണ്ട്, ഒരേ ഒരു പുസ്തകം മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? അതുകൊണ്ട് എന്താണ്, അവരെ അത് പഠിപ്പിക്കാൻ എളുപ്പമാണ്. ഒരു ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം ബൈബിള് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ ബൈബിള് പഠിപ്പിക്കുന്നതോടുകൂടി അവരാ ദൈവവുമായി അങ്ങ് അടുക്കും. ഒറ്റ പുസ്തകമേ ഉള്ളൂ. മുസ്ലിംസിന് ഒരു പുസ്തകമേ ഉള്ളൂ, ഖുറാൻ.
അതുകൊണ്ട് അവർ അതുമായിട്ട് കൂടുതലെടുക്കും. നമുക്ക് കിൻഡൽ കണക്കിന് പുസ്തകം കിടക്കുന്നതുകൊണ്ട് ഒന്നും നോക്കത്തില്ല. ഇതാണ് നമുക്ക് വരുന്ന ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് ബഹുദൈവങ്ങൾ ഉള്ളത് കൊണ്ട് ബഹുപുസ്തകങ്ങളാണ്. അതും മനുഷ്യനെ വട്ടളക്കി കളയും. ശിവപുരാണം എടുത്താൽ പറയും ശിവനപ്പുറം ഒരു ദൈവമില്ല. വിഷ്ണു പുരാണം എടുത്താൽ പറയും വിഷ്ണുവാണ് ഏറ്റവും വലിയ ദൈവം. ഇനി സ്കന്ദപുരാണം എടുത്താൽ സുബ്രഹ്മണ്യനപ്പുറം ഒരു ദൈവമില്ല. ദേവി പുരാണം എടുത്താൽ ദേവിക്കപ്പുറമില്ല. ഒരു സാമാന്യ ഹിന്ദുവിന് വട്ടിളകുന്നതിന് വല്ലോടത്തും ചെന്ന് ചോദിക്കണോ? പിന്നെ വട്ടിളക്കാൻ കുറേ ആചാര്യന്മാരും രംഗത്തെത്തിയിട്ടുണ്ട്. അതാണ് ഹിന്ദുമതത്തെ നശിപ്പിക്കുന്നത്. അതാണ് അവരെ ആചാര്യന്മാർ വന്ന് 10 ആചാര്യന്മാർ 10 വ്യാഖ്യാനവും കൊടുക്കുന്നതോടുകൂടി ഹിന്ദുമതം എന്ന് പറയുന്നത് ഫ്ലാറ്റ്. ഇതാണ് നമുക്ക് വന്ന കുഴപ്പമെന്ന് പറയുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഒരു ദൈവം ഉള്ളത് കൊണ്ട് അവരാ ദൈവത്തെ എന്ത് ചെയ്യുന്നു? തീവ്രമായി സ്നേഹിക്കുന്നു. ഇപ്പോൾ ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം ജീസസ് മാത്രമാണ് അവരുടെ ദൈവം, ഒന്നേ ഉള്ളൂ. അപ്പോൾ അവർ ജീസസിനെ ആത്മാർത്ഥമായിട്ട് അവർ സ്നേഹിക്കും. മുസ്ലിംസിന് അള്ളാഹു മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അവർ തീവ്രമായി സ്നേഹിക്കും. ഹിന്ദുസിന് കിൻഡൽ കണക്കിനുണ്ട്. അതുകൊണ്ട് ഒരു ഹിന്ദുവും ഒരു ക്രിസ്ത്യൻ ജീസസിനെ ആരാധിക്കുന്ന തീവ്രതയിൽ, ഒരു മുസ്ലിം അള്ളാഹുവിനെ ആരാധിക്കുന്ന തീവ്രതയിൽ ഒരാളും കൃഷ്ണനെ ആരാധിക്കുന്നില്ല, മുരുകനെ ആരാധിക്കുന്നില്ല, ഗണപതിയെ ആരാധിക്കുന്നില്ല, ആരെയും ആരാധിക്കുന്നില്ല എന്ന് മാത്രമല്ല ഇവിടുത്തെ ദൈവങ്ങൾ ഇത്രയും പോരാഞ്ഞിട്ട് പിന്നെ നമ്മൾ പള്ളിയിലും കൂടെ പോകുന്നവരുണ്ട്. ഇതാണ് ഹിന്ദു എഴുമ്പേറാത്ത, ഗതി പിടിക്കാത്തതിൻ്റെ ഒരു കാരണം ഇതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഒരേ ഒരു സന്തതിയേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ എത്ര തീവ്രമായിട്ടായിരിക്കും ആ സന്തതിയെ സ്നേഹിക്കുന്നതെന്നൊന്ന് ചിന്തിച്ചു നോക്കേ. ആ സന്തതിയെ നിങ്ങൾ കാലയെ മുള്ളുകൊള്ളാതെ നോക്കും. കാരണം അതിനെന്തെങ്കിലും സംഭവിച്ചു പോയാൽ പിന്നെ നമുക്ക് വേറെ ആരുമില്ല, ഒരെണ്ണം. അതേസമയം നിങ്ങൾക്ക് 3 മക്കളുണ്ടെങ്കിൽ നിങ്ങളുടെ സ്നേഹം ഡിവൈഡ് ചെയ്തു പോകും. ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ കയ്യിൽ 1000 രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെന്നിരിക്കട്ടെ. നിങ്ങൾക്കൊരു മകനേ ഉള്ളൂ എങ്കിൽ ആ ഒരു മകന് തന്നെ ഈ 1000 രൂപയും കിട്ടും. നിങ്ങൾക്ക് 2 മക്കളുണ്ടെങ്കിൽ അത് 500 വെച്ചങ്ങ് പോകും. നിങ്ങൾക്ക് 3 മക്കളാണെങ്കിൽ അത് വീണ്ടും ഡിവൈഡ് ചെയ്ത് ഒരു 166 രൂപയ്ക്ക് അടുത്ത് പോകും. 4 മക്കളാണെങ്കിൽ അത് വീണ്ടും ഡിവൈഡ് ചെയ്ത് കുറഞ്ഞു വരും, 125ലേക്ക് വരും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഉള്ളിൽ 1000 കിലോ സ്നേഹമുണ്ടെന്നിരിക്കട്ടെ. മനസ്സിലായില്ലേ? ഒരു മകനേ ഉള്ളുവെങ്കിൽ ഈ 1000 കിലോ സ്നേഹവും അവന് തന്നെ കിട്ടും. ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ അത് വീതിച്ചു പോകും. അമ്മയും അച്ഛനും പറയും എനിക്കെല്ലാ മക്കളും ഒരുപോലെയാണ്, പക്ഷെ സത്യത്തിൽ അല്ല. അത് എത്ര കംപ്ലൈൻ്റാണ് എനിക്ക് കിട്ടുന്നതെന്നറിയാമോ? ഒരമ്മയ്ക്ക് 3 മക്കളുണ്ട്, അല്ലെങ്കിൽ 2 മക്കളുണ്ടെങ്കിൽ അവിടെ പരാതിയാണ്, അമ്മയ്ക്ക് അവളോട് ഭയങ്കര സ്നേഹമാണ്, അല്ലെങ്കിൽ അവനോട് ഭയങ്കര സ്നേഹമാണ്. ഇത് അവൻ ചെയ്തിട്ട് എന്താ അമ്മയൊന്നും മിണ്ടാത്തത്? പ്രത്യേകിച്ച് ഒരാണും ഒരു പെണ്ണും ആണെങ്കിൽ പിന്നെ പറയണ്ട. കാരണം അമ്മമാർ ആ മക്കൾ എന്ത് തെറ്റ് ചെയ്താലും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കും. അതേ തെറ്റ് മോള് ചെയ്ത് കഴിഞ്ഞാൽ ചാടി വീഴും. അച്ഛൻ തിരിച്ച് മോൾ എന്ത് തെറ്റ് ചെയ്താലും അഡ്ജസ്റ്റ് ചെയ്യും. അതേ തെറ്റ് തന്നെ മോൻ ചെയ്ത് കഴിഞ്ഞാൽ ചാടി വീഴും. അപ്പോൾ നിങ്ങൾക്ക് ഒരാളെ ആത്മാർത്ഥമായി, നിങ്ങൾക്ക് 3 മക്കളെ ഒരുപോലെ, സ്വന്തം മക്കളെ പോലും 3 പേരുണ്ടെങ്കിൽ ഒരുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല എന്ന് നിങ്ങളുടെ മക്കൾ പറഞ്ഞു തരും. ഞാൻ പറഞ്ഞു തരേണ്ട കാര്യം ഇല്ല. മറിച്ച് ഒന്നാണെങ്കിൽ നിങ്ങളവരെ ആത്മാർത്ഥമായിട്ട് നിങ്ങളവരെ സ്നേഹിക്കും. അതുപോലെ നിങ്ങൾക്കൊറ്റ ദൈവമേ ഉള്ളൂ എങ്കിൽ തീവ്രമായി സ്നേഹിക്കും. നിങ്ങൾക്ക് പല ദൈവങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്നേഹം നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്തു പോകും. ഇതാണ് നമ്മുടെ കാര്യം. അപ്പോൾ ഹിന്ദുക്കൾക്ക് അനേകം ദൈവങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ സ്നേഹങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുന്നു? പലതായിട്ട് വീതിച്ചു പോകുന്നു. ആ തീവ്രത നിങ്ങൾ കിട്ടുന്നില്ല. ഇവിടെ ഒരു വലിയ കുഴപ്പമുണ്ട്. നിങ്ങൾക്കൊരാപത്ത് വരുന്നു എന്നിരിക്കട്ടെ, നിങ്ങൾ എല്ലാ ദൈവത്തെയും വിളിക്കുന്നുണ്ട്, സകല ദൈവത്തിൻ്റെയും പ്രാർത്ഥനകൾ നിങ്ങൾ ചൊല്ലുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരാപത്ത് വരുമ്പോൾ കൃഷ്ണൻ വിചാരിക്കും ശിവഭഗവാൻ നോക്കും, അവിടെ വേറെ ഒരുപാട് തിരക്കുണ്ട്. ശിവഭഗവാൻ വിചാരിക്കും ഇവൻ സുബ്രഹ്മണ്യൻ്റെ കഠിന ഭക്തനല്ലേ, സുബ്രഹ്മണ്യൻ നോക്കിക്കൊള്ളും. സുബ്രഹ്മണ്യൻ വിചാരിക്കും ഇവയില്ല ദേവിയുടെ കഠിന ഭക്തനല്ലേ. അവസാനം എന്ത് പറ്റി? ആരും കാണത്തില്ല. ഒടുവിൽ കുത്തുവാള എടുക്കുന്ന സമയം വരുമ്പോൾ ആരെങ്കിലും ഒരാൾ അയ്യോ ഇത് ആരും നോക്കിയില്ലേ, നിങ്ങൾ ഇത്രയും പേരുണ്ടായിട്ട് ആരും നോക്കിയില്ലേ എന്ന് പറഞ്ഞ് ആരെങ്കിലും ഒരാൾ വന്നൊരു കൈത്താങ്ങ് വരും. മറിച്ച് നിങ്ങൾ ഒരേ ഒരു ദൈവത്തെ മാത്രം പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ
അപ്പോഴെന്താ പറയും? അയ്യോ, വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറയും. അതായത് ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരാം. ഞാൻ എൻ്റെ ഓരോ ശ്വാസത്തിലും രാധാറാണിയാണ്, എൻ്റെ ഓരോ രോമകൂപങ്ങളിലും രാധാറാണിയാണ്. രാധാറാണിയെ മാത്രം ഉപാസിക്കുകയാണ്. അതുകൊണ്ട് നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ, രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ, അതൊന്നും എൻ്റെ ഒരു വിഷയമല്ല. അത്ര തീവ്രമാണ് എനിക്ക്. രാധാജി അല്ലാതെ ആരും വേണ്ട എനിക്ക്. അത് ഈ വീഡിയോയിലൂടെ തന്നെ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? എനിക്ക് രാധാജി മാത്രം. കൃഷ്ണൻ വേണോ രാധാജി വേണോ എന്ന് ചോദിച്ചാൽ ഞാൻ നിസ്സംശയം പറയുമെന്ന് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് രാധാജി മതി. അപ്പോൾ എന്ത് സംഭവിക്കും? എനിക്കൊരു പ്രശ്നം വരുന്നു. എനിക്കൊരു പ്രശ്നം വരുമ്പോൾ ഗോലോകത്ത് രാധാജി ഭയങ്കര തിരക്കായിരിക്കും. പക്ഷെ ഭയങ്കര തിരക്കാണെങ്കിലും രാധാജി പറയും, അയ്യോ എൻ്റെ മോൻ, അവനെ സംബന്ധിച്ചിടത്തോളം അയ്യോ അവൻ എന്നെ മാത്രമേ വിളിക്കൂ, അവൻ എൻ്റെ മന്ത്രം മാത്രമേ ചൊല്ലത്തുള്ളൂ, അതുകൊണ്ട് എൻ്റെ മോനെ വേറെ ആരും സഹായിക്കാൻ ചെല്ലത്തില്ല. ഇവിടുത്തെ മറ്റ് ദൈവങ്ങൾ ആരും അവനെ സഹായിക്കാൻ ചെല്ലത്തില്ല. കൃഷ്ണനുണ്ട്, മറ്റുള്ള ദൈവങ്ങളുണ്ട്, ഇല്ലേ, ഇവരാരും എൻ്റെ മോൻ്റെ അടുത്ത് ചെല്ലത്തില്ല. മാറ്, ഞാൻ ചെല്ലട്ട് ഓടി വരും. അങ്ങനെ വന്നിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം അറിയാം. ഞാൻ രാധാഭക്തനായ കഥ അതവിടെ നിൽക്കട്ടെ. എൻ്റെ നാക്കിൻ്റെ ഓപ്പറേഷൻ അല്ലേ, ആ നാക്കിൻ്റെ ആ മുഴ, അത് ഡോക്ടർക്ക് പോലും അത്ഭുതമില്ലായിരുന്നു. ഡോക്ടർ പോലും അത്ഭുതപ്പെട്ടു ഈ റിസൾട്ട് കണ്ടിട്ട്. കാരണം എല്ലാവരും സംശയിച്ചതാണ്. പക്ഷെ ബയോപ്സി റിസൾട്ട് വന്നപ്പോൾ ഒരു കുഴപ്പവുമില്ല എന്നാക്കിയത് എൻ്റെ രാധാറാണി അമ്മ മാത്രമാണ്. എൻ്റെ രാധാറാണി അമ്മ ഇടപെട്ടതാണ് അതിനകത്ത്. അങ്ങനെ എന്നെ രക്ഷിച്ചതാണ് എൻ്റെ രാധാറാണി അമ്മ എന്ന് പറയുന്നത്. അങ്ങനെ എത്ര അനുഭവങ്ങൾ പറയാനായിട്ടുണ്ട്. അപ്പം എനിക്കൊരാപത്ത് വരുമ്പോൾ എൻ്റെ രാധാജി എന്താ പറയുന്നത്? യൂ, എൻ്റെ മോൻ എന്നെ മാത്രമേ ആരാധിക്കത്തുള്ളൂ. ഇങ്ങനെ നിങ്ങളിൽ ആരെക്കുറിച്ച് പറയും? ഇപ്പം നിങ്ങളൊരു കൃഷ്ണഭക്തനാണെന്നിരിക്കട്ടെ, നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ വളരെ ശ്രദ്ധിക്കുക. ഈ ചോദ്യം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. നിങ്ങളൊരു കൃഷ്ണഭക്തനാണ്, നിങ്ങൾക്കൊരാപത്ത് വരുമ്പോൾ കൃഷ്ണൻ പറയുമോ, അവൻ എൻ്റെ മന്ത്രം മാത്രമേ ചൊല്ലൂ, വേറെ ആരുടെയും മന്ത്രം അവൻ ചൊല്ലത്തില്ല, അതുകൊണ്ട് ഞാൻ ചെന്നേ പറ്റൂ എന്ന് പറയുമോ? അങ്ങനെ പറയാൻ എൻ്റെ ഈ വീഡിയോ കേൾക്കുന്ന എത്ര പേർക്ക് യോഗ്യതയുണ്ട്? പറ. നിങ്ങളൊരു ശിവഭക്തരാണെന്നിരിക്കട്ടെ, ശിവന്റെ ഉപാസകനാണെന്നിരിക്കട്ടെ, എത്ര പേര് പറയും ഈ ശിവന്റെ മന്ത്രം മാത്രമേ ഈ ഞാൻ ഉപാസിക്കത്തുള്ളൂ, വേറൊന്നും പറയാത്തതാണെന്ന് പറയുമോ? എത്ര പേർക്ക് പറയാൻ പറ്റും? നിങ്ങൾ പറ, എത്ര പേർക്ക് പറയാൻ പറ്റും? ഇല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചോദിക്കുക, എൻ്റെ ചില വീഡിയോയിൽ ഞാൻ മറ്റുള്ള ദൈവങ്ങളുടെ മന്ത്രം പറയുന്നു. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ലാസ്റ്റ് പറയും. എൻ്റെ ആ വീഡിയോ റെക്കോർഡിങ് അത്രയും സമയം മാത്രം, എൻ്റെ ജീവിതത്തിൽ മൊത്തം അതിനൊരു ഉദ്ദേശമുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. അപ്പം നിങ്ങളിൽ എത്ര പേർക്ക് പറയും? നിങ്ങൾ പറ. നിങ്ങൾ കറതീർന്ന കൃഷ്ണഭക്തരാണെന്നും പറഞ്ഞ് നടക്കുന്നവരുണ്ട്. പക്ഷേ നിങ്ങൾക്കൊരാപത്ത് വരുമ്പോൾ കൃഷ്ണൻ പറയുമോ, ഈ കറതീർന്ന കൃഷ്ണഭക്തൻ കൃഷ്ണന്റെ അല്ലാതെ വേറെ ആരെയും ജപിക്കത്തില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുമോ? ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് പറ്റും? കൃഷ്ണന്റെ ആ ഒരു ഹെൽപ്പ് കൃഷ്ണൻ അവിടെ ഒന്ന് മടിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം എന്നോട് ചോദിക്കാം, സാറേ അതെങ്ങനെ ഭഗവാനും എല്ലാം ഒരാളെ ഒരേ കണക്കല്ലേ കാണുന്നത്? ഇപ്പോൾ രാധാറാണി അമ്മ എല്ലാവരെയും ഒന്നുപോലെ കാണണ്ടേ? പിന്നെ സാറിന് ഇങ്ങനെ ഒരു പ്രത്യേകത തരുന്നത് ദൈവം ചെയ്യുന്നത് ശരിയാണോ? ശ്രദ്ധിച്ചു കേട്ടോ. ഒരമ്മയ്ക്ക് 4 മക്കളുണ്ട്, അവർ കളിച്ചുകൊണ്ടിരിക്കുക. അതിനകത്ത് ഒരു കുഞ്ഞ് കിടന്ന് കരയുന്ന ഉടനെ അമ്മ പറയുന്നു, ഞാനിവിടെ അടുക്കളയിൽ തിരക്കിലാണ് കേട്ടോ. ആ മൂത്ത കൊച്ചിൻ്റെ അടുത്ത് പറയുന്നു, അതിനെ ഒന്ന് എടുക്കെന്താന്ന് വെച്ചാൽ മൂത്ത കൊച്ചി എടുത്ത് പോട്ട് മോനെ എന്ന് പറഞ്ഞപ്പോൾ കരച്ചിൽ കയർത്തി. അമ്മ അങ്ങോട്ട് പോയില്ല. അതിനകത്ത് അടുത്ത ഇളയവൻ, അവനൊരു പ്രശ്നം വന്ന് അവൻ കിടന്ന് നിലവിളിക്കുകയാണ്. അപ്പോൾ അമ്മ പറയുന്നു, നീ അവനെ ഒന്ന് നോക്ക്. ചേച്ചി എടുത്തിട്ടും ആരെടുത്തിട്ടും ഒരു രക്ഷയില്ല. അമ്മ വേണം, എനിക്ക് അമ്മ വേണം, എൻ്റെ അമ്മ വന്നേ പറ്റൂ എന്ന് പറഞ്ഞാൽ ആ അടുക്കളയിൽ ജോലി ചെയ്യുന്ന നിങ്ങൾക്ക് പിന്നെ ജോലി തീരുന്നവരെ നിൽക്കാൻ പറ്റും? ഇട്ടിട്ട് ഓടിച്ചെന്ന് കുഞ്ഞിനെ എടുത്തിട്ട് അഭിമാനത്തോടെ പറയും, അവൻ എപ്പോഴും ഞാൻ വേണം കേട്ടോ, അവൻ ഞാൻ എടുത്താലേ അവൻ്റെ കരച്ചിൽ നിർത്തത്തുള്ളൂ, അവൻ എൻ്റെ കൂടെ കിടക്കത്തുള്ളൂ, അവൻ അങ്ങനെയാണ്. ഇങ്ങനെ നിങ്ങളെക്കുറിച്ച് ഏത് ദൈവം പറയും? എന്നെക്കുറിച്ച് പറയും എൻ്റെ രാധാറാണി അമ്മ പറയും. നിങ്ങളിൽ എത്ര പേരെക്കുറിച്ച് നിങ്ങൾ വലിയ ഭക്തരാന്നൊക്കെ പറയും? നിങ്ങൾ കൃഷ്ണഭക്തരാണെങ്കിൽ നിങ്ങളിൽ എത്ര പേരെക്കുറിച്ച് കൃഷ്ണൻ എങ്ങനെ പറയും? നിങ്ങൾ ശിവഭക്തരാണെങ്കിൽ എത്ര പേരെക്കുറിച്ച് പറയും? അപ്പോൾ ദേവിക്ക് എല്ലാവരും തുല്യരാണ്. ഞാൻ എൻ്റെ രാധാറാണി അമ്മ വന്നേ പറ്റൂ എന്ന് കരഞ്ഞാൽ എൻ്റെ രാധാറാണി അമ്മയ്ക്ക് എൻ്റെ അടുത്ത് വരാതിരിക്കാൻ പറ്റുമോ? ഇതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഉന്നയിക്കുന്ന ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത്. നിങ്ങൾ ഒരാളെ ആരാധിക്കുക. നിങ്ങൾക്കിപ്പോൾ വെള്ളം വേണം, കിണർ കുഴിക്കുന്നു, കുറേ കുഴിച്ചപ്പോൾ വെള്ളമില്ല,
ഉടനെ അടുത്തടുത്ത് കുഴിച്ചു. സന്ധ്യയാകുമ്പോൾ അയ്യം മൊത്തം കുഴി. ഇത് ഒരിടത്ത് കുഴിച്ചിരുന്നെങ്കിൽ എപ്പോഴേ നിങ്ങൾക്ക് കിട്ടിയേനെ. അപ്പം നിങ്ങൾ ഒരു ദൈവത്തെ മാത്രം തിരഞ്ഞെടുക്കുക. അതിനെക്കുറിച്ച് ഇതിപ്പം ഞാൻ മാത്രമല്ല പറയുന്നത്, ഇതിനെക്കുറിച്ച് ആര് പറഞ്ഞിട്ടുണ്ട്? ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട്. ശങ്കരാചാര്യ സ്വാമികളും സ്വാമി വിവേകാനന്ദനും അദ്വൈതത്തിൻ്റെ ആൾക്കാരാണെന്ന കാര്യം മനസ്സിലാക്കുക. എന്താണ് അദ്വൈതം? ദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ടുണ്ട് എന്നാണ് അർത്ഥം. അദ്വൈതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒന്നേ ഉള്ളൂ എന്നാണ് അർത്ഥം. ഒന്നേ ഉള്ളൂ. അപ്പൊ ശങ്കരാചാര്യ സ്വാമികളും സ്വാമി വിവേകാനന്ദനും പറഞ്ഞത് ഒരേ ഒരാളെ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. എന്നിട്ടും എന്തുകൊണ്ട് അവർ പല പല ദൈവങ്ങളെ സൃഷ്ടിച്ചു എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. കാരണം നിങ്ങളെ ആരെയും നിരീശ്വരവാദികളാക്കരുതെന്നൊരു ഉദ്ദേശം പണ്ട് ഋഷീശ്വരന്മാർക്കുണ്ടായിരുന്നു. ഇപ്പം ഒരാൾക്ക് എല്ലാ കാര്യത്തിനും ഒന്ന് തടസ്സം, കുറേ തടസ്സം വരുമ്പോൾ അയാൾ വിചാരിക്കും ഞാൻ എന്തിനാ ഇങ്ങനെ ദൈവത്തെ ആരാധിക്കുന്നത്. അപ്പം അവൻ എന്ത് മാറ്റി? തടസ്സം മാറ്റാരെന്നും പറഞ്ഞൊരു ദൈവത്തെ വെച്ചു, ഗണപതി. അപ്പോൾ അവൻ എന്ത് തടസ്സം വന്നാലും അവൻ വിചാരിക്കും കുഴപ്പമില്ല, എൻ്റെ ഗണപതി വളരെ പെട്ടെന്ന് എന്നെ ഇതെന്ത് ചെയ്യും, ഇതിൽ നിന്ന് എന്നെ രക്ഷിച്ചിരിക്കും. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? എൻ്റെ ഗണപതി വളരെ പെട്ടെന്ന് എന്നെ ഇതിൽ നിന്ന് രക്ഷിച്ചിരിക്കും. വേറെ ഒരാൾ മുൻകോപിയാണ്. ആ മുൻകോപിയായിട്ടുള്ളവൻ നിരീശ്വരവാദിയായിട്ട് പോകരുത്. അതുകൊണ്ട് ആ മുൻകോപത്തിന് അവന് സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ദൈവം വേണം. ഇട്ടുകൊടുത്തു, ഇന്നാ ശിവൻ, നീ ആരാധിച്ചോ. മനസ്സിലായില്ലേ? ശിവനെ ആരാധിച്ചോളണം. അപ്പം അവൻ ഒരിക്കലും നിരീശ്വരവാദി എന്ത് ചെയ്യുന്നില്ല, ആകുന്നില്ല. അമ്മുമ്മയ്ക്ക് ആരും നോക്കാനില്ല. അപ്പോൾ എനിക്കൊരു കൊച്ചുമോനുണ്ടായിരുന്നെങ്കിൽ എന്ന ചിന്തയിൽ എനിക്ക് ആരുമില്ലല്ലോ. അവർ നിരീശ്വരവാദിയായി പോകരുത്. അവരുടനെ പറയും എൻ്റെ ഉണ്ണിക്കണ്ണനുണ്ട്, എൻ്റെ ഉണ്ണിക്കണ്ണൻ എൻ്റെ കൂടെ വരും, ഉണ്ണിക്കണ്ണനുണ്ട്. അവർ നിരീശ്വരവാദി ആയില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? നിങ്ങളെ നിരീശ്വരവാദിയാക്കാതിരിക്കാൻ പണ്ട് യുദ്ധമുണ്ട്, സൈന്യമുണ്ട്. അപ്പോൾ സൈന്യക്കാർ യുദ്ധത്തിൽ മരിക്കുകയോ വെട്ടുകൊള്ളുകയോ ചെയ്യുമ്പോൾ നിരീശ്വരവാദി ആകരുത്. അതിന് അവരെ നയിക്കാൻ ഒരാളെ വെച്ചു കൊടുത്തു, സേനാധിപനായിട്ട് സുബ്രഹ്മണ്യൻ. വിദ്യയ്ക്ക് പുരോഗതി വരണം. അപ്പോൾ 2 വട്ടം പരീക്ഷയ്ക്ക് നോക്കുന്നവൻ നിരീശ്വരവാദി ആകരുത്. ഈ ദേവിയെ പിടിച്ചാൽ ഇത് നടക്കുമെന്ന് വിചാരിച്ചോളണം. അപ്പോൾ ഞാൻ പറഞ്ഞു തരാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരാളെ പ്രണയിച്ചാൽ വലിയ പരാജയമായിരിക്കും. മനസ്സിലായില്ലേ? ഞാൻ ഒരാളെ പ്രണയിച്ചാൽ അത് വലിയ പരാജയമായിരിക്കും. കാരണം എൻ്റെ ഓരോ രോമകൂപങ്ങളിലും പ്രണയമാണ്. അതുകൊണ്ടൊരു സാധാരണ പ്രണയം കൊണ്ട് ഒരിക്കലും ഞാൻ തൃപ്തമാകത്തില്ല. തീവ്രമായ പ്രണയം തരണം. അതിതീവ്രമായ പ്രണയം വലിയ പാടാ കിട്ടാൻ. അതുകൊണ്ട് ഞാൻ ഒരാളെ പ്രണയിക്കാൻ പോയാൽ എപ്പോൾ പരാജയപ്പെട്ടു എന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ ഈ പ്രണയ പരാജയം വരുമ്പോഴേക്കും ഉടനെ നിരാശനായിട്ട് എന്ത് ചെയ്യരുത്, നിരീശ്വരവാദത്തിലേക്ക് പോകരുത്. അപ്പോൾ ആ പ്രണയത്തിനൊരു ദേവതയുണ്ട്. ആ ദേവതയെ ഉപാസിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് എനിക്കൊരു പ്രണയം കിട്ടും, ഈ ജന്മം തന്നെ കിട്ടും. കിട്ടിയില്ലെങ്കിൽ എനിക്ക് അടുത്ത ജന്മമായാലും എനിക്ക് കിട്ടിയിരിക്കും. കണ്ടോ, ഞാൻ നിരീശ്വരവാദിയായില്ല. ഞാൻ എങ്ങോട്ടേക്ക് പോയി? ഈശ്വര വിശ്വാസത്തിലേക്ക് പോയി. പക്ഷെ ഊർജം ഒന്നേ ഉള്ളൂ. അത് ബുദ്ധൻ സത്യസന്ധമായി പറഞ്ഞിട്ടുണ്ട്. ബുദ്ധൻ ദൈവമെന്ന പേര് പോലും ഉച്ചരിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക. ഒറ്റ ഊർജം. ആ ഊർജത്തിൽ നിന്നാണ് ഏത് വന്നിരിക്കുന്നത്. ആ ഊർജത്തിന് മനുഷ്യരൂപം എടുക്കാൻ പറ്റും. മനസ്സിലായി? ഈ മനുഷ്യരൂപം നമുക്ക് തന്നത് ആ ഊർജമാണ്. അതുകൊണ്ടാണ് നമ്മൾ ആദി പരാശക്തി, ആദിയിലുണ്ടായ അപാരമായ ശക്തി. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഓരോ പ്രശ്നം വരുമ്പോൾ നമ്മളെ പഠിപ്പിക്കാൻ ആ ഊർജത്തിന് ഓരോ രൂപം എടുക്കേണ്ടി വരും. ആ രൂപങ്ങളാണ് ഓരോന്നെന്ന് പറയുന്നത്. കൃഷ്ണൻ എന്ന് പറയുന്നതും പിന്നെ ജീസസ് എന്ന് പറയുന്നതും എല്ലാം ഒന്നാണെന്ന തത്വം നിങ്ങൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഹിന്ദുക്കൾ. നമ്മൾ വെള്ളമെന്ന് പറയും, തമിഴൻ തണ്ണി എന്ന് പറയും, ഹിന്ദിക്കാരൻ പാനി എന്ന് പറയും, ബ്രിട്ടീഷുകാരൻ വാട്ടർ എന്ന് പറയും. ഇതും 4 പറഞ്ഞ് 4 മന്ത്രം വെച്ച് വരെ പൂജിക്കേണ്ട കാര്യമുണ്ടോ? ഓം പാനിയായ നമ, ഓം വെള്ളമായ നമ എന്ന് പറഞ്ഞു പോകേണ്ട വല്ല കാര്യവുമുണ്ടോ? ഇല്ല. അപ്പോൾ ഈ തത്വം നിങ്ങൾ നല്ലതുപോലെ എന്ത് ചെയ്യണം, മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ആളുകളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോവുകയാണ്. അപ്പം നിങ്ങളൊരു ഹിന്ദുവാണെങ്കിൽ ഏതെങ്കിലും ഒരു ദൈവത്തെ സെലക്ട് ചെയ്യുക. ഇപ്പോൾ സപ്പോസ് നിങ്ങൾ ആരാണെന്നിരിക്കട്ടെ, നിങ്ങൾ ശിവഭക്തരാണെന്നിരിക്കട്ടെ, ശിവനെ സെലക്ട് ചെയ്യുക. ശിവനെ മാത്രം അങ്ങോട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഹിന്ദു മതത്തിൽ പറഞ്ഞിട്ടുണ്ട് അവർ അർദ്ധനാരീശ്വരന്മാരാണ്, ശക്തിയില്ലാതൊന്നുമില്ല. പക്ഷേ
നിങ്ങൾ ഇരുട്ട വെളുക്ക ഓം നമഃശിവായ തന്നെ ജപിക്കുക. നടക്കുമ്പോഴും പോകുമ്പോഴും എല്ലാം നിങ്ങൾ ഓം നമഃശിവായ ജപിക്കുക. വേറൊരു മന്ത്രവും ജപിക്കരുത്. സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കുമ്പോൾ ഓം നമഃശിവായ ജപിക്കും. എന്നിട്ട് ഒരു 108 ഒരു പാർവതി ദേവിയുടെ മന്ത്രവും. അപ്പോൾ അർദ്ധനാരീശ്വര പൂർണ്ണമായി. സുബ്രഹ്മണ്യനാണെങ്കിലും അതുപോലെ നിങ്ങൾ എപ്പോഴും സുബ്രഹ്മണ്യൻ്റെ മന്ത്രം ഓം വജത് ഭുവേ നമ എന്ന് ജപിച്ചുകൊണ്ട് നടക്കുക. അതിൻ്റെ കൂട്ടത്തിൽ വള്ളിയുടെ മന്ത്രം എടുക്കുക. ആ വള്ളിയുടെ മന്ത്രവും കൂടെ അങ്ങോട്ട്, അത് സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കുമ്പോൾ മാത്രം ഒരു നേരം. കാരണം ഇതൊക്കെ അർദ്ധനാരീശ്വര സങ്കല്പമാണ്, ഒരേ പ്രാധാന്യം. നിങ്ങൾ കൃഷ്ണനെയാണ് പ്രാർത്ഥിക്കുന്നത് എന്നിരിക്കട്ടെ, നിങ്ങൾ കൃഷ്ണനാമം ജപിച്ചോളൂ, സർവ്വതും കൃഷ്ണനാമം ജപിച്ചോളൂ. എന്നിട്ട് സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കുമ്പോൾ നിങ്ങൾ ആരെ, രാധാജിയെയും കൂടെ സ്മരിക്കുക. പിന്നെ അമ്പലത്തിൽ കൊണ്ടുവന്ന് നേർച്ചകൾ കൊടുക്കുമ്പോഴും രാധാജി വഴി കൊടുക്കണം. കൃഷ്ണനെ സ്മരിക്കുന്നവർ അതാണ് ശ്രദ്ധിക്കേണ്ടത്. കൃഷ്ണനെ ഭജിക്കുന്നവർ രാധാജിയെയും കൂടെ തുല്യ പ്രാധാന്യത്തിൽ പിടിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം പുള്ളിക്ക് എപ്പോഴും രാധാജിയെ കണ്ടുകൊണ്ടിരിക്കണം. ഇപ്പം നിങ്ങൾ ഒരു കൃഷ്ണൻ്റെ അമ്പലത്തിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്കൊരു തുളസിമാല കൊടുക്കണം. നിങ്ങൾ എന്നിട്ട് കൃഷ്ണ ഭഗവാനെ ഇന്നാ തുളസിമാല എന്ന് പറയുമ്പോൾ കൃഷ്ണൻ തലയിൽ കൈവെക്കും. കാരണം എന്തുകൊണ്ട്? കൃഷ്ണന് രാധാജി വേണം. അതേസമയം ഞാൻ ചെന്നിട്ട് പറയുകയാണ്, രാധാജി ഈ തുളസിമാല ഞാൻ രാധാറാണിയെ ഏൽപ്പിക്കുന്നു, എൻ്റെ അമ്മ ഇത് കൃഷ്ണന് കൊടുക്കണേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഭക്തൻ്റെ സമ്മാനവുമായി പൂമാലയുമായി രാധാറാണി ചെല്ലും. അപ്പോൾ കൃഷ്ണന് രാധാറാണിയെ കാണാം. അപ്പോൾ കുറച്ച് നേരം രാധാറാണിയുമായി ശൃംഗരിക്കണം. പുള്ളിയുടെ ആഗ്രഹം ഇതാണ്. നിങ്ങൾ ഓരോരുത്തരും കൃഷ്ണ ഗുരുവായൂരപ്പ ഇന്ന കൃഷ്ണൻ തലയിൽ കൈ വെക്കും. പക്ഷേ ആ ഗുരുവായൂരമ്പലത്തിൽ ചെല്ലുന്നവരും കൃഷ്ണൻ്റെ ക്ഷേത്രത്തിൽ ചെല്ലുന്നവരും എല്ലാം രാധാറാണി വഴി കൊടുത്തിരുന്നെങ്കിൽ രാധാറാണിക്ക് ഇരുട്ട വെളുക്ക കൃഷ്ണൻ്റെ അടുത്ത് നിൽക്കാനല്ലേ സമയം കാണും. അപ്പോൾ കൃഷ്ണൻ സന്തുഷ്ടനാണ്. അതുകൊണ്ടാണ് കൃഷ്ണനെ ഭജിക്കുന്നവർ അതാണ്. അത് ഏകദൈവമാണ്. പക്ഷേ രാധാജിയെ ഭജിക്കണമെന്ന് പറയുന്നതിൻ്റെ കാര്യം പുള്ളി പറയുന്നത് ഞാൻ ഏകദൈവമൊന്നും അല്ല, ഇതും കൂടെ വേണം. എപ്പോഴും കാണണം. അത് പ്രേമമാണ്, അത് ലവ് ആണ്. മനസ്സിലായില്ലേ? അത് സാധാ ദൈവത്തിൻ്റെ കണക്കല്ല, ശിവപാർവതിയും പോലെയല്ല. ഇത് അപാരമായ ലവ് ആണ്. നിങ്ങൾ അങ്ങനെ ചെയ്യണം. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒരൊറ്റ ദൈവത്തെ മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം? പിടിക്കുക. എന്നിട്ട് അത് മാത്രം. നിങ്ങൾ രാമന ഭക്തരാണെങ്കിൽ ആയിക്കോട്ടെ, സീതയുടെ മന്ത്രം ജപിക്കാം നിങ്ങൾക്ക്. മനസ്സിലായില്ലേ? പിന്നെ ഹനുമാൻ ഭക്തരാണെങ്കിൽ ഹനുമാനെ മാത്രം, വേറെ ആരെയും നിങ്ങൾക്ക് വേണ്ട. ഗണപതി ഭക്തനാണെങ്കിൽ ഗണപതിയെ മാത്രം. പക്ഷെ അയ്യപ്പ ഭക്തനാണെങ്കിൽ മാളികപ്പുറത്തമ്മയും കൂടെ പിടിച്ചോളൂ. പക്ഷെ മന്ത്രം ചൊല്ലുമ്പം വേണ്ട, മാളികപ്പുറത്തമ്മയ്ക്ക് അങ്ങനെ ഒരു മന്ത്രമില്ല. അതുകൊണ്ട് നിങ്ങൾ ആരെ മാത്രം മതി? അയ്യപ്പനെ മാത്രം മതി നിങ്ങൾക്ക്, വേറെ ഒന്നും വേണ്ട. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്നോടൊരു ചോദ്യം ചോദിക്കും, സാറേ ഞാനിപ്പോൾ കൃഷ്ണഭക്തനാകാൻ തീരുമാനിച്ചു, അപ്പോൾ ഞാൻ ശിവൻ്റെ അമ്പലത്തിൽ പോകണ്ടേ? ഞാൻ ഗണപതിയുടെ അമ്പലത്തിൽ പോകണ്ടേ? പോകണം. നിങ്ങളിവിടെ എല്ലാം പോകണം. പോയിട്ടോ ഞാൻ നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ ഈ എല്ലാ അമ്പലങ്ങളിലും പോകും. ഞാൻ കഠിന രാധാറാണിയുടെ ഭക്തനാണ്. എല്ലാ വ്യാഴാഴ്ചയും തിരുമുല്ലാവാരത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഞാൻ പോകും. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ഏത് അമ്പലത്തിൽ ഞാൻ ചെന്നാൽ എൻ്റെ ഗണപതിയെ കാണാൻ ഞാൻ പോകും. അപ്പോൾ ഞാൻ ചെന്നിട്ട് എന്താ പറയുന്നത്? മഹാവിഷ്ണു ഭഗവാനെ, എനിക്ക് രാധാറാണി അമ്മയിൽ കഠിനമായ ഭക്തി ഉണ്ടാകാൻ അനുഗ്രഹിക്കണേ. തീർന്നു. അവിടുന്ന് ഗണപതിയുടെ അടുത്ത് ചെല്ലും, ഗണപതി ഭഗവാനെ, എനിക്ക് രാധാറാണി അമ്മയിൽ കഠിനമായ ഭക്തി ഉണ്ടാകാൻ അനുഗ്രഹിക്കണേ ഭഗവാനേ. ശിവഭഗവാന്റെ അടുത്ത് ചെല്ലും, ശിവഭഗവാനെ, എത്ര ജന്മങ്ങൾ തന്നാലും, പുല്ലായി ജനിച്ചാലും പുഴുവായി ജനിച്ചാലും എന്നെ രാധാറാണി അമ്മയുടെ കഠിന ഭക്തനാകാൻ എന്നെ അനുഗ്രഹിക്കണേ. കാര്യം മനസ്സിലായ? എന്തുവാന്ന് പിടി കിട്ടിയ? ചിലപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, അവർ ക്രിസ്ത്യൻ ഫ്രണ്ട്സാണ്. ഞാനുമായിട്ട് പോകുമ്പോൾ അവർ പള്ളി കയറുമ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കും, വരുന്ന നിങ്ങൾ? ഞാൻ പറയാൻ എന്താ, വരാമല്ലോ, ഞാൻ അവരോട് പോകാറുണ്ട്. പള്ളിയിൽ ചെന്ന് മുട്ടുകുത്തി നിൽക്കുമ്പോൾ ഞാൻ എന്താ പറയുന്നത്? ഓ ജീസസ്, എത്ര ജന്മങ്ങൾ തന്നാലും, പുല്ലായി ജനിച്ചാലും പുഴുവായി ജനിച്ചാലും എന്നെ രാധാറാണി അമ്മയുടെ കഠിന ഭക്തനാകാൻ അനുഗ്രഹിക്കണേ. ഇതാണ് ഏതെന്ന് പറയുന്നത്, യഥാർത്ഥ പ്രാർത്ഥനയെന്ന് പറയുന്നത്. ഇങ്ങനെയാണ്. അപ്പം നിങ്ങൾ ഏത് ദൈവത്തെ വിചാരിച്ചാലും ഇങ്ങനെ ചെയ്യണം. അപ്പം നിങ്ങളൊരു ശിവഭക്തനാണ്, കൃഷ്ണൻ്റെ അടുത്ത് ചെന്നിട്ട്, കൃഷ്ണ ഗുരുവായൂരപ്പ, എത്ര ജന്മങ്ങൾ തന്നാലും ഞാൻ പുല്ലായി ജനിച്ചോട്ടെ, പുഴുവായി ജനിച്ചോട്ടെ, എന്നെ ശിവഭക്തനാകാൻ അനുഗ്രഹിക്കണേ ഭഗവാനെ എന്നൊരു ശിവഭക്തൻ കൃഷ്ണൻ്റെ അടുത്ത് എന്ന് പ്രാർത്ഥിക്കും. കൃഷ്ണഭക്തൻ നേരെ തിരിച്ചും പ്രാർത്ഥിക്കും. പിന്നെ
ആ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുന്നിടം തൊട്ട് നിങ്ങളൊരു ശിവഭക്തരാണെങ്കിൽ ഓം നമ ശിവായ. നിങ്ങൾ കയറുന്നത് വിഷ്ണു ക്ഷേത്രത്തിലാണ്. സപ്പോസ് നിങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ കയറി ഗുരുവായൂരപ്പനോട് ഇങ്ങനെ പറയേണ്ടത്, ഗുരുവായൂർ നിങ്ങളൊരു ശിവഭക്തനാണ്, പക്ഷെ ഗുരുവായൂർ അമ്പലത്തിൽ കയറി ഓ കൃഷ്ണ ഗുരുവായൂരപ്പ എന്നെ കഠിനമായ ശിവഭക്തനാകാൻ അനുഗ്രഹിക്കണേ. ആ അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നിടം തൊട്ട് ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ മാത്രം പാർവതി ദേവിയുടെ മന്ത്രം, വേറൊന്നുമില്ല. ക്ലീനായിട്ട് വേണം. കാരണം അർദ്ധനാരീശ്വര സങ്കല്പമായതുകൊണ്ട് അവർ ഒന്നാണ്, അത് രണ്ടും രണ്ടല്ല. അപ്പം ശിവനും പാർവതിയും രണ്ടല്ല. അപ്പം അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുക, അപ്പോൾ ശിവനും പാർവതി ആകുമ്പൻ രണ്ടാവുന്നില്ലേ, ഏകദൈവം അല്ലല്ലോ. അവർ ഒന്നിച്ചു ചേരുമ്പോഴാണ് ഏകദൈവം ആകുന്നത്. ശിവനും പാർവതിയും ഒന്നിച്ചു ചേരുമ്പോൾ ഏകദൈവം, കൃഷ്ണനും രാധയും ഒന്നിച്ചു ചേരുന്നു ഏകദൈവം എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ കൃഷ്ണനെ ആരാധിക്കുന്നവർ നിശ്ചയമായും രാധയെ ആരാധിക്കണം. രാധയെ ആരാധിക്കുന്നവർ കൃഷ്ണനെ ആരാധിക്കേണ്ട കാര്യമില്ല. കാരണം രാധ എന്ന വാക്ക് രാ എന്ന് പറഞ്ഞാൽ ഞാൻ പുറവിന് ഓടി വരും എന്ന് കൃഷ്ണൻ ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ പറയുന്നുണ്ട്. എത്രാമത്തെ പേജെന്നൊക്കെ ഒരു വീഡിയോയിൽ ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. പിന്നെ ധ എന്നും കൂടി ഉച്ചരിച്ചാൽ ഞാൻ പിന്നെ അവൻ്റെ സേവകനായി മാറും. അപ്പോൾ പിന്നെ രാധാഭക്തന് പിന്നെ വേറെ ഒന്നിൻ്റെയും ആവശ്യം ഇല്ല. അപ്പോൾ ഹിന്ദുക്കളെ, നിങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ ഏകദൈവ വിശ്വാസത്തിലേക്ക് വരിക. ഈ ബഹുദൈവങ്ങളെ നമ്മൾ വെച്ചിരിക്കുന്നത് ഇതിനു വേണ്ടിയാണ്. അദ്വൈതത്തിൻ്റെ അതാണ് അദ്വൈത ആചാര്യന്മാരുണ്ട്. ശങ്കരാചാര്യ സ്വാമികൾ ഒന്നിൽ കൂടുതൽ ദൈവം വേണമെന്ന് പറഞ്ഞവരെയൊക്കെ തർക്കത്തിൽ തോൽപ്പിച്ച ആളാണ് എന്ന സത്യവും നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ വിഡ്ഢിത്തം കാണിക്കാതെ ഒരു ദൈവത്തെ പിടിക്ക്, നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകും. അല്ലാതെ ഓടി നടന്ന് സർവ്വദൈവത്തെയും പിടിക്കും. അത് പോരാഞ്ഞിട്ട് പിന്നെ അന്യമതത്തിലോട്ടും കൂടെ ഓടിപ്പോകും. ഇത് നിർത്തുക. ഇത് ഹിന്ദുക്കളുടെ കുഴപ്പമാണ്. മറിച്ച് നിങ്ങൾ ക്രിസ്ത്യൻസിനെയൊക്കെ കണ്ടിട്ടില്ലേ, അവരുടെ ദൈവത്തെ മാത്രം. മുസ്ലിമിനെ കണ്ടിട്ടില്ലേ, അവരെപ്പോഴെങ്കിലും നിങ്ങളുടെ അമ്പലത്തിലോട്ട് അവർ വരുന്ന കണ്ടിട്ടുണ്ടോ? അവർ വരത്തില്ല, വരരുത്. കാരണം അതാണ് അതിനാണ് അവർക്കൊരു വലിയ കയ്യടി കൊടുക്കേണ്ടത്. കാരണം എന്തായാലും എനിക്ക് ഈ ദൈവം മതി. നിങ്ങളെങ്ങനല്ല, നിങ്ങൾക്ക് എങ്ങനെയാണെന്നറിയാവോ? കൃഷ്ണനെ പിടിക്കും, ഇനി ശിവനെ പിടിച്ചില്ലെങ്കിൽ ശപിച്ചാല. അത് കഴിയുമ്പോൾ നമ്മൾ ഗണപതിയെ പിടിച്ചില്ലെങ്കിൽ ശപിച്ചാല. അങ്ങനെ പോകുമ്പോൾ ഒരു ക്രിസ്ത്യൻ ദൈവം ഇരിക്കുന്നു, നമുക്ക് ഇതുവരെ പല കാര്യവും നടക്കുന്നില്ല, പുള്ളിയെയും പിടിക്കാം. പല വഞ്ചിയിൽ കാല് ചവിട്ടി നിൽക്കുന്നവൻ്റെ ഗതി അറിയാമോ? അപ്പോൾ ഇന്നു മുതൽ എൻ്റെ പ്രിയപ്പെട്ട ഹിന്ദുക്കളെ, നിങ്ങൾ ഏകദൈവത്തിലേക്ക് തിരിച്ചു വരിക. അത് ഏതു ദൈവവുമാകട്ടെ. ഞാൻ രാധാജിയെ തിരഞ്ഞെടുത്തു. ഓർമ്മിക്കുക, എനിക്കെന്ത് പ്രശ്നം വന്നാലും ഗോലോകത്തുനിന്ന് രാധാറാണി വരും. കാരണം അവൻ എൻ്റെ മന്ത്രമേ ജപിക്കൂ. പിന്നെ ഞാൻ ചില വീഡിയോയിൽ എല്ലാ മന്ത്രവും പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഞാൻ രാധാജിയുടെ വീഡിയോയിലൊന്നും വേറൊന്നും പറയത്തില്ല. രാധാജി അഷ്ടപതിയൊക്കെ വരുമ്പോൾ ഞാൻ ഇതേ പറയൂ. ചില സമയത്ത് അഷ്ടപതിയിൽ 1-2 പറയുന്നുണ്ട്. രാധാജിയുടെ വീഡിയോയിൽ രാധാജി അല്ലാതെ വേറൊന്നും പറയില്ല. മറ്റത് ഞാൻ പറയുന്നതിൻ്റെ കാരണം വേറൊന്നുമല്ല, എൻ്റെ മറ്റു വീഡിയോകൾ എല്ലാ ദൈവത്തെയും ആരാധിക്കുന്നവർ കാണുന്നുണ്ട്. അപ്പോൾ ചിലർക്ക് ഒരാളുടെ മാത്രം ഞാൻ പ്രാർത്ഥന ചെല്ലുമ്പോൾ ഇറിറ്റേഷൻ വരും. അത് അവർക്ക് വരാനായിട്ട് പാടില്ല. പിന്നെ ആരെയും വന്നിച്ചില്ലെങ്കിലും ഞാൻ നിന്ദിക്കുന്നില്ല. ആ പ്രാർത്ഥന ഓരോന്ന് ചൊല്ലുമ്പോഴും എൻ്റെ മനസ്സിലുണ്ട്, ആ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞിട്ട് എനിക്ക് രാധാജിയിൽ കഠിനമായ ഭക്തി തരണേ എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ പറയും. ഓരോ പ്രാർത്ഥന കഴിയുമ്പോഴും ഞാൻ പറയും, എനിക്ക് രാധാജിയിൽ കഠിനമായ ഭക്തി തരണേ എന്ന് പറഞ്ഞ് അടുത്തതിലേക്ക് കയറും. അങ്ങനെയാണ് ഞാൻ പോകുന്നത്. അതാണ് അതിൻ്റെ സംഭവം. അപ്പോൾ നിങ്ങൾക്ക് ഒരൊറ്റ ദൈവത്തിൽ വിശ്വസിക്കുക. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ഇനി ആ മഹാമന്ത്രം എൻ്റെ കൂടെ ചൊല്ലിക്കോട്ടോ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായൈ സ്വാഹ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായൈ സ്വാഹ.